ഹായ് ഓൾ, ഇന്നത്തെ ഈവനിങ് സ്നാക്ക് എഗ് പപ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിനുള്ള മസാല ആദ്യം റെഡിയാക്കാം. ആദ്യം ഞാനൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്. ഇനി മസാലകൾ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല. ഞാനിവിടെ 5 മുട്ടയാണ് എടുക്കുന്നത്. ഇത് ഓൾറെഡി പുഴുങ്ങി വെച്ചേക്കാണ്. അപ്പോൾ ഒരു എഗ്ഗ് കൊണ്ട് നമുക്ക് 2 പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, കറിവേപ്പില ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതും, പിന്നെ പച്ചമുളക് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് അതൊന്ന് സോട്ടായതിന് ശേഷം നമുക്ക് നേരത്തെ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉള്ളിയും വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലേൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഉള്ളിയിലേക്കൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിനകത്ത് ഞാനൊരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലകളൊക്കെ എടുത്ത ആ പാത്രത്തിന് വെള്ളം എടുത്തുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഒരു മഞ്ഞ കളറ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല റെഡിയായി. ഇനി അടുപ്പത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പഫ്സിൻ്റെ ഔട്ടർ കവറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പഫ് പേസ്ട്രി ബ്ലോക്കാണ്. ഇത് കുക്ക്ഡ് അല്ല, ഇത് മാവ് ഇങ്ങനെ ലെയറായിട്ട് പരത്തിയ ലെയറായിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ നിന്ന് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ബ്ലോക്കാണ് ഇത് പഫ് പേസ്ട്രീൻ്റെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ കുറച്ച് ഫ്ലോർ മുകളിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊരു ഷേപ്പിൽ പരത്തിയെടുക്കാം. ഞാൻ എക്സാക്റ്റ് ഇവിടെ സ്ക്വയർ ഷേപ്പിലൊന്നും അല്ല പരത്തിയെടുത്തത്, ജസ്റ്റ് ഒരു 4 സൈഡിൽ നിന്ന് മടക്കാവുന്ന രീതിയിലുള്ള ഒരു ഷേപ്പിലാണ് പരത്തിയെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ചേർക്കാം. പിന്നെ ഒരു എഗ്ഗിൻ്റെ ഹാഫാണ് ഞാൻ വയ്ക്കുന്നത്. ഹോട്ടലിൽ നിന്നൊക്കെ ഒരു എഗ്ഗ് 4 എണ്ണം ആക്കിയിട്ടൊക്കെ വെക്കാറുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കുന്നതായതുകൊണ്ട് നമ്മൾ പിശുക്കത്തരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ഹാഫ് വെച്ചിട്ടുണ്ട്. ഇനി 4 സൈഡിൽ നിന്നും ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി ഞാനൊരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പപ്സിൻ്റെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മസാല എഗ്ഗൊക്കെ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിനൊരു ഔട്ടർ കവറിങ് കൊടുക്കാനാണ് എഗ്ഗിന് മുകളിൽ കൂടെ. എന്നാലാണ് ആ ഒരു സോഫ്റ്റ്നെസ്സും ഒരു ഷൈനി സ്ട്രക്ചറൊക്കെ പപ്സിന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാം എഗ്ഗിൻ്റെ എല്ലാം ഇതാക്കി പപ്സിൻ്റെയൊക്കെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 7 പപ്സാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഈ എഗ്ഗ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ ഇതിൻ്റെ കൂടെ ഉള്ളിലേക്ക് കുറച്ച് ഞാനിങ്ങനെ ഒഴിച്ച് പോലെ കൊടുക്കുന്നുണ്ട്.
എഗ്ഗൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് ആണ് ഞാൻ വെക്കുന്നത്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് വേവിക്കാൻ വെക്കുന്നത്. ഇതൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ്, 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ കുറച്ചൊക്കെ നന്നായിട്ട് ഇങ്ങനെ പഫി ആയിട്ട് വരുന്നുണ്ട്. ഇത് 20 മിനിറ്റ്സ് ആവാറായപ്പോൾ ഉള്ളതാണ്. നന്നായിട്ട് കളറും മാറിയിട്ടുണ്ട്, പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായാലും. ഓവൻ തുറന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് പപ്സ് എന്ന്. കളറും ലുക്കൊക്കെ അതേപോലെ ഉണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ നമുക്കൊന്ന് ഗ്ലൗസ് ഇട്ടിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് നോക്കാം. കളറൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ പപ്സിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടേസ്റ്റും അതേപോലെ ഉണ്ടായാൽ മതി. ഐ എം സോ ഹാപ്പി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പപ്സ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിയിൽ കരിഞ്ഞു പോയിട്ടുണ്ടോ, പപ്സിൻ്റെ അടി എന്താണ് സ്ഥിതി എന്നൊന്ന് ഒരു ചെറുതിൽ നോക്കി നോക്കാം. ഓ പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. നല്ല ക്രിസ്പി സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ആക്കുകയാണ്. ഒന്ന് ചൂടാറിയിട്ട് വേണം കഴിച്ച് നോക്കാൻ. ഓക്കെ, ചൂട് ചെറുതായിട്ട് ആറിയപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് നോക്കി, കഴിച്ച് നോക്കി ചെറിയ സൈഡിൽ നിന്ന്. അപ്പോൾ പപ്സിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പപ്സ് ലവർ ആണെങ്കിൽ എന്തായാലും ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.